ഫ്രീ ബോഡി ഡയഗ്രം തുടങ്ങുമ്പോൾ കട്ടായി. ഓക്കെ, ജസ്റ്റ് ഈ ഡയമെൻഷൻസ് ഒന്ന് എഴുതിയെടുത്ത എല്ലാവരും. പെർസെന്റേജ് കാണുന്നില്ല. ആ ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിയിട്ട് ജസ്റ്റ് അത് മാത്രം ഒന്ന് എഴുതിയെടുത്ത. എഴുതിയെടുത്താ? സാർ ഓക്കെ, സോ നമ്മളുടെ ഫ്രീ ബോഡിയുടെ ഗിവൺ മെക്കാനിസം ഈ ഷേപ്പിലുള്ള. ഓക്കെ, എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നുണ്ട്, ലിങ്ക് ഡി സിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ലിങ്ക് നമ്പർ 1, 2, 3, 4. 4 ലിങ്ക് മെക്കാനിസം ആണ്. നമ്മൾ ഇതിന്റെ ഫോഴ്സ് അനാലിസിസ് ചെയ്യാൻ പോകുന്നത് യൂസിങ് ഫ്രീ ബോഡി ഡയഗ്രംസ് ആണ്. ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറഞ്ഞാൽ ABCD is a mechanism as a whole. While drawing the free body, what we'll do is we'll disintegrate this body into several parts. Several parts എന്ന് പറഞ്ഞാൽ how many number of links are there? ഓരോ ലിങ്കിനെയും നമ്മൾ disintegrate ചെയ്യും. Now we can ignore link AD or link number 1 because that is a fixed link. അതിനെക്കൊണ്ട് പ്രത്യേകിച്ചൊന്നും, അതായത് അതിന്റെ മേലെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഇറ്റ്സ് എ ഫിക്സഡ് ലിങ്ക്, ദർ ഇസ് നോ ഡിസ്പ്ലേസ്മെന്റ് അക്കറിങ്. So we'll have to draw the free bodies of all the remaining links. ഇനി ഫ്രീ ബോഡീസ് വരക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് AB ഞാൻ ഇങ്ങോട്ട് മാറ്റി വരക്കുന്നു. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വരച്ച കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, AB മാറ്റി വരക്കുന്നു. സിമിലർലി BC മാറ്റി വരക്കുന്നു. സിമിലർലി CD മാറ്റി വരക്കുന്നു. You have AB, BC and CD. ഇതിൽ ഓരോന്നിനെയും നമ്മൾ ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യും. Okay, now see,
external force F act ചെയ്യുന്ന എവിടെയാണ്? F is acting on CD അല്ലേ? CD-യിൽ E എന്ന് പറഞ്ഞ പൊസിഷനിലാണ് ഈ എക്സ്റ്റേണൽ ഫോഴ്സ് F ആക്ട് ചെയ്യുന്നത്. So definitely the link CD will be exerting a force onto the link BC. Fourth link third linkലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യണമല്ലോ അല്ലേ? ഓക്കെ, ആ എക്സേർട്ടിംഗ് പോയിന്റ് സി എന്ന് പറഞ്ഞ ജോയിനിങ് പോയിന്റിലായിരിക്കുമല്ലോ. C is a common point between 3 and 4, link 3 and 4. So C will be the point where the force will get exerted. So for the time being ഞാൻ ജസ്റ്റ് ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഫോഴ്സ് ഉണ്ട് എന്ന് രീതിയിൽ മാർക്ക് ചെയ്യുന്നു. ഈ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ദിസ് ഫോഴ്സ് വിൽ ബി F43 അല്ലേ? Yes sir. ഓക്കെ, F43 ഒരു ഫോഴ്സ് ഉണ്ട്. സോ F43 ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇനി ലിങ്ക് നമ്പർ 3 ലിങ്ക് നമ്പർ 2ലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടാവുമല്ലോ, ചെയ്യുന്നുണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ആ ഫോഴ്സ് ദാറ്റ് വിൽ ബി ആക്ടിങ് അറ്റ് ദ കോമൺ പോയിന്റ് ബി. ലിങ്ക് നമ്പർ 3യും 2വും തമ്മിലുള്ള കോമൺ പോയിന്റ് ബി ആണ്. സോ തൽക്കാലം ഞാൻ ഈ പോയിന്റ് ബിയിലും ഒരു ഫോഴ്സ് മാർക്ക് ചെയ്യുന്നു. ഈ ഫോഴ്സ് എന്തായിരിക്കും? F32 ആയിരിക്കും. 3-2ലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി സി ഡി എന്ന് പറഞ്ഞ ലിങ്ക് ബി സി എന്ന് പറഞ്ഞ ലിങ്കിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പോയിന്റ് സിയിൽ കൊടുക്കുന്നുണ്ട്. Now, if there is a force like that, by Newton's third law, there should be an exact equal and opposite force applied by link 3 to the link 4 also. ആയിരിക്കണമല്ലോ. 3 എന്ന് പറഞ്ഞ ലിങ്ക് 4ലേക്കും തിരിച്ചൊരു ഫോഴ്സ് റിട്ടേൺ കൊടുക്കണം, ഒരു റിയാക്ഷൻ ഫോഴ്സ് അല്ലെ? അപ്പൊ ആ റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പോയിന്റ് സിയിൽ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഫോഴ്സ് എങ്ങനെയായിരിക്കണം? ഇതാ ഞാൻ ഇവിടെ ഫോർത്ത് ലിങ്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നു. സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഫോഴ്സ് കാണിക്കുന്നു. ആ ഫോഴ്സ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? F34 എന്ന് ഡിനോട്ട് ചെയ്യും. F34. Now F34 should be equal to F43 കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അല്ലെ? മാഗ്നിറ്റ്യൂഡ്സ് ഷുഡ് ബി സെയിം ആയിരിക്കണ്ടേ? Yes sir. Similarly, at the point B, if BC is applying a force on to AB, അതായത് 3-2ലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം പോയിന്റ് ബിയിൽ എന്ത് സംഭവിക്കണം? ലിങ്ക് 2 ലിങ്ക് 3ലേക്ക് ഒരു റിയാക്ഷൻ ഫോഴ്സും കൊടുക്കണ്ടേ? ആ ഫോഴ്സ് എനിക്ക് ഇവിടെ മാർക്ക് ചെയ്ത ഇവിടെ മാർക്ക് ചെയ്യുക. ലിങ്ക് നമ്പർ 2ന്റെ ഫ്രീ ബോഡിയിൽ ഞാനിത് മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ഫോഴ്സ് എന്താവും? ദിസ് ഷുഡ് ബി F23 ആയിരിക്കണ്ടേ? സിമിലർലി F32 ഷുഡ് ബി ഈക്വൽ ടു F23. അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണമല്ലോ. ഇത് ഞാൻ കൺസെപ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പോയിന്റ് എ ഇസ് എ ഫിക്സഡ് പോയിന്റ്. ദാറ്റ് മീൻസ് ഇവിടെ ലിങ്ക് നമ്പർ 1ഉം ഇത് ലിങ്ക് നമ്പർ 2 ആണ്. സോ ഡെഫിനറ്റ്ലി ഡ്യൂ ടു ദ ഫിക്സഡ് അല്ലെങ്കിൽ ഫിക്സേഷൻ, ദ ഫിക്സഡ് entity should be exerting a reaction force on to link number 2 at point A. കാരണം ബി എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ എ ബി എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ് പോയിന്റ് 1, അതായത് ഈ ഫിക്സഡ് പോയിന്റ് ഈ സ്ഥാനത്ത് ഒരു റിയാക്ഷൻ ഫോഴ്സ് വരണ്ടേ? ആ റിയാക്ഷൻ ഫോഴ്സ് എങ്ങനെയായിരിക്കും? 1-2ലേക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഒരു ഡയറക്ഷൻ ഒന്നും എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ച് ലിങ്ക് നമ്പർ 2ന്റെ ഫ്രീ ബോഡിയിൽ ഞാൻ ഇങ്ങനെ കാണിക്കും. ഇതെന്താണ്? 1-2ലേക്ക് കൊടുക്കുന്നതാണ്. സോ F12 എന്ന് എഴുതി.
സിമിലർലി സി ഡി എന്ന് പറഞ്ഞ ലിങ്ക്, ഫോർത്ത് ലിങ്കിലും ഡി ഒരു ഫിക്സഡ് പോയിന്റ് ആണ്, ഇവിടെ ഒരു ഫിക്സഡ് പോയിന്റ് ആണ് അല്ലെ. സോ സിൻസ് എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ സി ഡി ആൻഡ് സി ഡി ഈസ് ടെൻഡിങ് ടു മൂവ്, ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിലും ഈ ഒരു റിയാക്ഷൻ ഉണ്ടാവണം. ആ റിയാക്ഷൻ ഞാൻ ഇതാ ഇങ്ങനെ കാണിക്കുന്നു, വെറുതെ ഒരു ഡയറക്ഷൻ ഒന്നും എനിക്കറിയില്ല, ഞാൻ വെറുതെ F14 എന്ന് കാണിച്ചു. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ്, നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ അവോയ്ഡ് ചെയ്യുന്നതാണ്. ഐ എം ഇഗ്നോറിംഗ് ദ കൺസെപ്റ്റ് ഓഫ് ഫ്രിക്ഷൻ. So now if you look at the total setup, എല്ലാ ഫോഴ്സസും റെഡി ആയില്ലേ? ഇനി ഞാൻ കാണിക്കാൻ ഫോഴ്സ് ഒന്നും ബാക്കിയുണ്ടോ നോക്കിയാട്ടെ. കറക്റ്റ് അല്ലേ? ഇനിയിപ്പം ഇഫ് യു ലുക്ക് അറ്റ് ദി സെറ്റപ്പ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാട്ടെ. ലിങ്ക് നമ്പർ 4 is a member with 3 forces അല്ലെ? externally applied force F ഉണ്ട്, then you have F34 and F14, 3 ഫോഴ്സസ് ഉണ്ട് ലിങ്ക് നമ്പർ 4ൽ. look at link number 2, you have you have F32. ഇതേ ലിങ്ക് നമ്പർ 2ലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഈ എ ബി എന്ന് പറഞ്ഞത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ there should be an equivalent opposite റിയാക്ഷൻ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഈ റിയാക്ഷനെയാണ് നമ്മൾ ടോർക്ക് ആയിട്ട് എടുക്കുന്നത് അല്ലെ? അപ്പൊ ഈ ടോർക്ക് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ലിങ്ക് നമ്പർ 2 now becomes a member with 2 forces and a torque അല്ലെ? Yes sir. Look at link number 3 or free body diagram of link number 3. ലിങ്ക് നമ്പർ 3ൽ എന്താണുള്ളത്? സി എന്ന് പറഞ്ഞ എൻ പോയിന്റിൽ ഒരു ഫോഴ്സും ബി എന്ന് പറഞ്ഞ എൻ പോയിന്റിൽ ഒരു ഫോഴ്സും, ഈ 2 ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ? സോ ലിങ്ക് നമ്പർ 3 ഓർ ദ ഫ്രീ ബോഡി ഓഫ് ലിങ്ക് നമ്പർ 3 becomes the link with the least number of forces. ഏറ്റവും കുറവ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് ലിങ്ക് നമ്പർ 3ലാണ്, because it is simply a 2 force member. But link number 4, അതായത് ലിങ്ക് നമ്പർ 4ന്റെ ഫ്രീ ബോഡി ഇവിടെയാണ്, ഇറ്റ് ഈസ് എ 3 force member. ലിങ്ക് നമ്പർ 2 അതിന്റെ ഫ്രീ ബോഡി ഇവിടെയാണ്, ഇറ്റ് ഈസ് എ 2 force and a torque member. But link number 3 becomes a member with only 2 forces. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? Yes sir. Okay. Now നമ്മൾ last day we have understood the equilibrium conditions for different sets of forces acting on bodies. That means if a member is having 2 forces acting on it, avada equilibrium condition endana? If a member is having 3 forces acting on it, avada equilibrium condition endana? 2 forces torque varunennengil what is the equilibrium condition that we have gone through. So now since link number 3 is the link with least number of forces, let us consider that particular link first. Link number 3 is having 2 forces. അതായത് ലിങ്ക് പോയിന്റ് സിയിൽ F43 ഫോർത്ത് ലിങ്ക് 3ലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും പോയിന്റ് ബിയിൽ സെക്കൻഡ് ലിങ്ക് തേർഡ് ലിങ്കിലേക്ക് അപ്ലൈ ചെയ്യുന്ന റിയാക്റ്റീവ് ഫോഴ്സും, ദീസ് 2 ഫോഴ്സസ് ആർ ആക്ടിങ്. സി, ഞാൻ ലിങ്കിന്റെ മുകളിലേക്ക് പുറത്തുനിന്ന് വരുന്ന ഫോഴ്സുകളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ബി സി അപ്പുറത്തേക്ക് കൊടുക്കുന്ന ഫോഴ്സ് അല്ല ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എന്താ എടുത്തിട്ടുള്ളത്? ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഒരു ബോഡീന്റെ മുകളിലേക്ക് വരുന്ന ഫോഴ്സ് ആണ് നമ്മൾ വരക്കുന്നത്. അത് ശ്രദ്ധിക്കണേ. സി, പോയിന്റ് സിയിൽ തന്നെ തേർഡ് ലിങ്ക് ഫോർത്തിലേക്ക് കൊടുക്കുന്ന ഒരു F34 ഉണ്ട്. ബട്ട് അത് എവിടെയാണ് ഞാൻ കാണിച്ചിട്ടില്ല? അത് ഇതാ ഇവിടെയാണ് കാണിച്ചിട്ടില്ല, ഫോർത്ത് ലിങ്കിന്റെ ഫ്രീ ബോഡിയിലാണ് കാണിച്ചിട്ടുള്ളത്. അത് ശ്രദ്ധിക്കണം. ഓരോ ഫ്രീ ബോഡിയിലും കാണിച്ചെന്താ? ആ ബോഡിയിലേക്ക് വരുന്ന ഫോഴ്സസ് ആണ് കാണിച്ചിട്ടുള്ളത്. ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? Yes sir. Okay. So we know if a body is acted upon by 2 forces, അവിടെ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാകേണ്ട കണ്ടീഷൻ എന്താണ്? ദാറ്റ് മീൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ ടോട്ടലി എന്താ പറഞ്ഞത്? യു ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദി എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈഡ് ഓൺ ലിങ്ക് എ ബി സോ ദാറ്റ് ദ ഹോൾ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. സോ നമ്മൾ ഒരു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന അസംപ്ഷൻ എന്ന് പറഞ്ഞാൽ we assume that the whole system is in static equilibrium. Now, if the whole system is in static equilibrium, obviously
each member of that system should also be individually in static equilibrium. That means ABCD static equilibrium AB, BC, CD ഓരോന്നും individually static equilibrium. That means link BC is also in static equilibrium. So link BC രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന മെമ്പർ ആണ്, അത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ ആണെങ്കിൽ ഈ രണ്ട് ഫോഴ്സസ് എങ്ങനെയായിരിക്കണം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. That two forces should be what? They should be having same magnitude, ഈക്വലും ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം, ആക്ടിങ് ഇൻ ദ സെയിം ലൈൻ ഓഫ് ആക്ഷൻ അല്ലേ? യെസ്. അപ്പൊ എന്ത് ചെയ്യാം, ഞാനിപ്പോ ഡയറക്ഷൻ അറിയാതെയാണ് ഇതൊക്കെ ഇങ്ങനെ വളച്ച് വരച്ചത്. ഇനി എനിക്ക് ധൈര്യമായിട്ട് ഡയറക്ഷൻ അറിഞ്ഞുകൊണ്ട് വരക്കാം. നോക്കിക്കോ എങ്ങനെ ഞാൻ വരക്കാൻ പോകുന്നത്. കെയർഫുള്ളി ഒബ്സർവ്. രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം, ഹാവിങ് സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ബി സി എന്ന് പറഞ്ഞ ലിങ്കിന്റെ ഡയറക്ഷൻ എങ്ങനെയാണോ ആ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടും വരച്ചോളാം. ഇത് F43, മറ്റേത് F23. കറക്റ്റ് അല്ലേ? ഇപ്പൊ കറക്റ്റ് ആണോ അല്ലയോ? Now you can see that link number 3, that is BC, is in static equilibrium on the action of two forces F43 and F23, because both the forces are having same line of action. Both the forces are in opposite direction and both the forces should be equal in magnitude. That means F23 should be equal in magnitude with F43. ആയിരിക്കണ്ടേ? ഓക്കെ. ബി സിന്റെ കാര്യം ഓക്കെ ആയില്ലേ? അപ്പൊ ബി സിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ബി സിയിൽ നിന്ന് now we understood the direction of F43 and direction of F23. രണ്ടിന്റെയും ഡയറക്ഷൻ നമുക്ക് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. Now look at link number 4. Link number 4ന്റെ ഫ്രീ ബോഡി ഡയഗ്രം നോക്കുക. ഈ ഫ്രീ ബോഡി ഡയഗ്രം നോക്കുക. ഈ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ ഇനി വരുത്താൻ പറ്റും. എന്ത് മാറ്റം? F34 ഞാൻ വളച്ചിട്ടാണ് വരച്ചത്. ആ വളച്ചിട്ട് വരക്കാൻ കാരണം എനിക്ക് അതിന് ഡയറക്ഷൻ അറിയില്ല. ബട്ട് സിൻസ് F43's direction is known, now what can I write? F43 and F34 always എന്താണ്? ഈക്വൽ സാധനങ്ങളാണ് അല്ലെ? ഫോഴ്സ് കൺവെൻഷനിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, പണ്ടേ നമ്മൾ പഠിക്കുന്നുണ്ട് വെലോസിറ്റിയിൽ. വി എ ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു വി ബി എ അല്ലെ? സിമിലർലി ഫോഴ്സിലും F43യും F34ഉം രണ്ടും എഴുതിയാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. F43 എന്ന് പറഞ്ഞാൽ 4-3 കൊടുക്കുന്ന ഫോഴ്സ്, F34 എന്ന് പറഞ്ഞാൽ 3-4 കൊടുക്കുന്ന ഫോഴ്സ്. പക്ഷെങ്കിൽ F43യും F34ഉം എപ്പോഴും എന്തായിരിക്കണം? ഈ എഴുതുന്നത് രണ്ടും സെയിം ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സോ F43 എന്ന് എഴുതിയതിന് പകരം ഞാൻ സി ലിങ്ക് നമ്പർ 4ലേക്ക് എത്തുമ്പോൾ അവിടെ F34 എന്ന് എഴുതുന്നുണ്ട്. അതിന്റെ അർത്ഥം F43യും F34ഉം സെയിം ആയിരിക്കണം. രണ്ടിന്റെ ഡയറക്ഷൻ അറിയണമെങ്കിൽ രണ്ടിന്റെ ഡയറക്ഷനും സെയിം ആയിരിക്കണം. സോ ഇവിടെ നമുക്ക് എന്ത് തൽക്കാലം ഇപ്പൊ എന്താ അറിയാം? നമുക്ക് F43യുടെ ഡയറക്ഷൻ ഓൾറെഡി നമുക്കറിയാം. സോ വാട്ട് ക്യാൻ ഐ ഡു? എനിക്ക് ഇത് ചേഞ്ച് ചെയ്യാം. ഈ ഡയറക്ഷൻ അറിയാത്ത അവസ്ഥ മാറ്റിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? F43 ഇങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ ഡ്രോ എ ലൈൻ പാരലൽ ടു F43. ഇതാ F43ക്ക് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിന്റെ സൈൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഇങ്ങോട്ട് കാണിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഉറപ്പല്ലേ? ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തേ. ഓക്കെ. സോ F34ന്റെ ഡയറക്ഷൻ നമുക്കിപ്പോൾ കിട്ടി. ഇനി ഇവിടെ അൺനോൺ ആയിട്ടുള്ള ഈ ഒരു സാധനമുണ്ട്, F14. ഈ ഒരു ഫോഴ്സ് ഉണ്ട്. എക്സ്റ്റേണലി അപ്ലൈഡ് എഫിന്റെ ഡയറക്ഷൻ നമുക്കറിയാം. ഇത് ഓൾറെഡി നമുക്കറിയാം.
ഇതാണ് ഡയറക്ഷൻ എന്നുള്ളത്. ബട്ട് F14നെ പറ്റി നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ കൺസിഡർ ദ തിയറി ഓഫ് എ ഫോഴ്സ്, എ മെമ്പർ ആക്റ്റഡ് അപ്പോൺ ബൈ 3 ഫോഴ്സസ്. 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന മെമ്പറിന്റെ തിയറി നമുക്ക് എടുക്കാം. 3 ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന മെമ്പറിന്റെ തിയറി എന്താണ്? A member is said to be in static equilibrium when acted upon by 3 forces if the 3 forces meet when extended meet at a single point of concurrency. അല്ലേ? 3 ഫോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്താൽ എനിക്കൊരു സിംഗിൾ പോയിന്റ് ഓഫ് കൺകറൻസിയിൽ എത്തിക്കണം. വേണ്ടേ? മൂന്നിന്റെ റിസൾട്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നോക്ക്, ഞാൻ തൽക്കാലം ഈ ഒരു പാർട്ട് ജസ്റ്റ് ഒന്ന് മായ്ച്ചു കളയും, കുറച്ച് സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ എനിക്ക് അറിയാത്ത F14 ഉള്ളത്. F14 ഡയറക്ഷൻ എനിക്ക് അറിയില്ല. F34 പറയാം, എനിക്ക് എഫ് എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ഫോഴ്സ് പറയാം. ഞാൻ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ നീട്ടുന്നു. ഓക്കെ, എഫിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങോട്ട് നീട്ടിയിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങോട്ട് നീട്ടുമ്പോൾ ഇവിടെ ഒന്ന് മീറ്റ് ചെയ്യുന്നില്ലേ? മീറ്റ് ചെയ്യുന്നില്ലേ? ഓക്കെ, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സസിൽ രണ്ട് ഫോഴ്സസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണെങ്കിൽ മൂന്നാമത്തെ ഫോഴ്സ് അവിടെ തന്നെ മീറ്റ് ചെയ്യണ്ടേ? എന്നാലല്ലേ 3 ഫോഴ്സ് മെമ്പറിന് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആവും. അപ്പൊ എന്തായിരിക്കണം? പോയിന്റ് ഡിയിലേക്ക് വരുന്ന ഫോഴ്സ്, പോയിന്റ് ഡിയിലാണ് F14 ആക്ട് ചെയ്യുന്നത് അല്ലെ? ആ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ ആയിരിക്കണം. വേണ്ടേ? അപ്പൊ ഇതായിരിക്കണം F14ന്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഇതെല്ലാം കൂടി ഒരു പോയിന്റ് ഓഫ് കൺകറൻസി O എന്ന് പറഞ്ഞ സ്ഥലത്ത് മീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ? ഇങ്ങനൊക്കെ എന്ത് ചെയ്യാം? ഞാൻ ഈ ഭാഗം കൂടി ഒന്ന് മായ്ക്കുന്നുണ്ട്. എനിക്ക് ഓൾറെഡി എക്സ്റ്റേണൽ ഫോഴ്സ് എഫിന്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം, 80 ന്യൂട്ടൺ ആണ്. ഞാൻ 80 ന്യൂട്ടണിന് 8 സെന്റിമീറ്റർ ലൈനായിട്ട് വരക്കുന്ന വിചാരിക്കാം. അതായത് എഫിന് പാരലായിട്ട്, എക്സ്റ്റേണൽ ഫോഴ്സ് എഫിന് പാരലായിട്ട് ഞാൻ ഇതിങ്ങനെ വരച്ചു. ഇത് 8 സെന്റിമീറ്റർ ലൈനാണെന്ന് വിചാരിക്കുക. Now this represents what? External force F. 8 സെന്റിമീറ്റർ ലൈനാണെന്ന് വിചാരിക്കുക. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് വൈ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ F34 എന്ന് പറഞ്ഞ സാധനത്തിന് പാരലായിട്ട് എനിക്ക് ഈ പോയിന്റ്, ഇതിപ്പോ 8 സെന്റിമീറ്റർ ലൈനാണ് ഞാൻ വരച്ചത്. ഓക്കെ, വൈ എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യും? F34ന് പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരക്കും. ഇനി എനിക്ക് F14 ഉള്ളത്. ഞാൻ എന്ത് ചെയ്യും? എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് F14ന് പാരലായിട്ട് ഇതാ F14 ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു ലൈൻ വരക്കും. മനസ്സിലാവുന്നുണ്ടോ? കാരണം 3 ഫോഴ്സസ് ഷുഡ് ബി ഹാവിങ് നോ റിസൾട്ടന്റ് ആണ്. സോ എക്സ് എന്ന് വൈയിലേക്കാണ് ഫസ്റ്റ് വൺ പോകുന്നതെങ്കിൽ അടുത്തത് ഇങ്ങനെ പോകണം, അടുത്തത് എന്ത് ചെയ്യണം? ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും വരണം. ക്ലിയർ അല്ലേ? സോ ദിസ് represents F34 and this represents F14. അതായത് ക്യാപിറ്റൽ എഫ് ഈസ് ഈക്വൽ ടു 80 ന്യൂട്ടൺ. ഇതിന് ഞാൻ 8 സെന്റിമീറ്റർ ലൈനായിട്ട് വരച്ചതെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഒരു സ്കെയിൽ ഉണ്ടാക്കിയെടുക്കാം അല്ലെ? സ്കെയിൽ ഉണ്ടാക്കിയെടുത്തൂടെ? 80 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ ആണെങ്കിൽ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 ന്യൂട്ടൺ. സോ ഇഫ് ഐ മെഷർ ദിസ് വൺ, F34 മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എനിക്കൊരു 3 സെന്റിമീറ്റർ കിട്ടിയെങ്കിൽ F34ന്റെ വാല്യൂ എത്രയായി? 30 ന്യൂട്ടൺ ആയി. F14 മെഷർ ചെയ്തിട്ട് നമുക്ക് 5 സെന്റിമീറ്റർ കിട്ടിയെങ്കിൽ F14 എത്രയായി? 50 ന്യൂട്ടൺ ആയി. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് ട്രയാങ്കിളിൽ നിന്ന് ഐ ഒബ്റ്റെയിൻ F34 ഈസ് ഈക്വൽ ടു 30 ന്യൂട്ടൺ, F14 ഈസ് ഈക്വൽ ടു 50 ന്യൂട്ടൺ. ഇവിടുന്ന് കിട്ടിയില്ലേ? ഓക്കെ, F34 30 ന്യൂട്ടൺ ആണെങ്കിൽ
വാട്ട് ഷുഡ് ബി F43? 30 ന്യൂട്ടൺ തന്നെ ആയിരിക്കണ്ടേ? ആ സർ. F43 30 ന്യൂട്ടൺ ആണെങ്കിൽ വാട്ട് ഷുഡ് ബി F23? 30 ന്യൂട്ടൺ. 30 ന്യൂട്ടൺ. കാരണം ബി സി എന്ന് പറയുന്നത് 2 ഫോഴ്സ് മെമ്പറാ. സോ രണ്ട് ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. സോ F43 30 ന്യൂട്ടൺ കിട്ടിയാൽ F23 30 ന്യൂട്ടൺ ആയിരിക്കണം. ആ സർ. എത്തിയില്ലേ? അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ? ഈ ലാസ്റ്റത്തെ ഈ എ ബി എന്ന് പറഞ്ഞ സാധനം നോക്ക്. എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ F32 ഉണ്ട്, ഇവിടെ F12 ഉണ്ട് എന്നറിയാം. ഓക്കെ, ഞാൻ ഇതെല്ലാം തൽക്കാലം വായിച്ചു കളയുന്നു. നോക്ക്, ഇനിയിപ്പോ എന്ത് ചെയ്താൽ മതി? F23ന്റെ ഡയറക്ഷൻ എനിക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന സാധനം F32 അല്ലേ? സോ F32 F23 എന്താണ്? സെയിം ആണ്, പക്ഷെ ഓപ്പോസിറ്റ് സെൻസ് ആണെന്നേ ഉള്ളൂ. സോ F32 എനിക്ക് എന്ത് ചെയ്യാം? F23ക്ക് പാരലായിട്ട് ഇതാ ഇങ്ങനെ വരക്കാം, പക്ഷെ ഡയറക്ഷൻ ഇങ്ങോട്ട് കാണിച്ചാൽ മതി. ദിസ് ഈസ് F32 അല്ലേ? യെസ്. ഓക്കെ, സോ എ ബി എന്ന് പറയുന്ന സാധനം 2 ഫോഴ്സ് ആൻഡ് ടോർക്ക് ഉള്ള മെമ്പർ ആണെങ്കിൽ ആ ബോഡി ഇക്വിലിബ്രിയത്തിലാവേണ്ടിക്ക് എന്ത് ചെയ്യണം? രണ്ട് ഫോഴ്സും ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് പാരലൽ ലൈൻ ഓഫ് ആക്ഷൻ ആയിരിക്കണം. സോ F32 ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യേണ്ട F12 എങ്ങനെയായിരിക്കണം? ഈക്വൽ ടു F32, ഓപ്പോസിറ്റ് ഇൻ സെൻസ് ആൻഡ് പാരലൽ ടു F32. ദാറ്റ് മീൻസ് F32ന് പാരലായിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ആ സർ. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? യെസ് സർ. യെസ് സർ. ഇനി ഇത്രയും ചെയ്യണ്ടോ? എനിക്ക് ടോർക്ക് അല്ലാണ്ട് പിടിക്കണ്ടേ? ടോർക്ക് കണ്ടിട്ട് ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവരിടയിൽ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, h ആയിട്ട് എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? ആ സർ. h ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി? ടോർക്ക് T ഈസ് ഈക്വൽ ടു F32 മൾട്ടിപ്ലൈഡ് ബൈ h. F32 എത്രയാണ്? ഇത് തന്നെയാണ്, 30. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇതാണ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്. ഇത്രയും സിമ്പിൾ ആണ്. ഇതിലാകെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഫോഴ്സസ് എങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്യണമെന്ന് മാത്രമേ അറിയണ്ടൂ. ഇതാ ഈ ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഡയറക്ഷൻ കിട്ടി, ഈ ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് വാല്യൂ കിട്ടി. ഈ രണ്ട് സ്റ്റെപ്പ് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായിനാ? ഉറപ്പല്ലേ?